നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പതിനാറാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിന് കേവലം 2 നാൾ മാത്രം അകലെ നിൽക്കെ പ്രചാരണം അവസാന ലാപ്പിൽ. പരസ്യ പ്രചരണം ആവേശത്തിന്റെ കുട്ടിക്കലാശത്തോടെ അല്പസമയത്തിനകം സമാപിക്കും. ബുധനാഴ്ചയിൽ നിശബ്ദ പ്രചരണത്തിന് ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ബൂത്തിലെത്തും. KP വത്സൻ രക്തസാക്ഷിത്വ ഫണ്ട് വിവാദം വീണ്ടും ഉന്നയിച്ച് DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ രംഗത്ത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആരോപണം. കൊല്ലപ്പെട്ട KP വത്സന്റെ മകൻ തങ്ങളെ സമീപിച്ച വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ട്. ആർത്താറ്റി മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ പുതുഞായർ തിരുനാൾ ആഘോഷം ഏപ്രിൽ 10, 11, 12, 13 തീയതികളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. ആഘോഷ ചടങ്ങുകൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകൾ വിശദമായി. ആവേശത്തിന്റെ അവസാന മണിക്കൂർ. പതിനാറാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിലേക്ക് കേവലം 1 നാൾ മാത്രം അവശേഷിക്കെ പ്രചരണം അവസാന ലാപ്പിലാണ്. പരസ്യ പ്രചരണം അല്പസമയത്തിനകം കുട്ടിക്കലാശത്തോടെ സമാപിക്കും. ബുധനാഴ്ചയിൽ നിശബ്ദ പ്രചരണത്തിന് ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ബൂത്തിലെത്തും. മെയ് 3 വരെ വിധിയെഴുത്ത് സ്ട്രോങ് റൂമിലാകും. 4-ാം തീയതി ആകാംക്ഷയുടെ പെട്ടി പൊട്ടിക്കുന്നതോടെ 5 വർഷം കേരളം ആര് ഭരിക്കണമെന്ന ജനവിധി പുറത്തുവരും. പ്രഖ്യാപനം വന്ന ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയതിനാൽ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും മുൻകാലങ്ങളിൽ ലഭിച്ചത്ര സമയം ഇത്തവണ പ്രചരണത്തിന് കിട്ടിയില്ല. മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഗോദയിൽ നിറഞ്ഞു. CPM BJP ഡീൽ ആരോപണം, SDPI ബന്ധം, ശബരിമല സ്വർണ്ണക്കൊള്ള, പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയവ UDF ആയുധമാക്കി. എന്നാൽ വികസനവും ക്ഷേമവും പറഞ്ഞാണ് LDF തുടങ്ങിയത്. UDF ഭരണകാലത്തെ ഇരുണ്ട കാലമെന്നും അത് തിരിച്ചു വരരുത് എന്നുമുള്ള പ്രചരണവും LDF നടത്തി. വയനാട് ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നടത്തിയ ഫണ്ട് പിരിവിന്റെ കണക്ക് പുറത്തുവിടാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇടതുമുന്നണി ആയുധമാക്കി. KP വത്സൻ രക്തസാക്ഷിത്വ ഫണ്ട് വിവാദം വീണ്ടും ഉന്നയിച്ച് DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ രംഗത്ത്. കൊല്ലപ്പെട്ട KP വത്സന്റെ മകൻ തങ്ങളെ സമീപിച്ച വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടാണ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് പൊതുയോഗത്തിൽ ഗോപപ്രതാപൻ ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചത്. 75 ലക്ഷം രൂപ പിരിച്ചുവെന്നും 35 ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് നൽകിയതെന്നും 40 ലക്ഷം രൂപ തട്ടിച്ചെടുത്തു എന്നുമായിരുന്നു ആരോപണം. ഇതേ തുടർന്നാണ് വീണ്ടും വെളിപ്പെടുത്തലുകളുമായി അദ്ദേഹം രംഗത്തെത്തിയത്. ചെരിപ്പുകുത്തികളും തട്ടുകടക്കാരും കടലിനോട് മല്ലടിക്കുന്ന മത്സ്യത്തൊഴിലാളികളും നട്ടുച്ചക്ക് പൊരി വെയിലത്ത് മീൻ കച്ചവടം നടത്തുന്ന മത്സ്യവിതരണ തൊഴിലാളികളെയും ഒക്കെ അവരിൽ നിന്നൊക്കെ ശേഖരിച്ച പണമാണ് KP വത്സന്റെ ഫണ്ട്. അല്ലാതെ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടല്ല. നാട് മുഴുവൻ പിരിച്ചുണ്ടാക്കിയ ഫണ്ടാണ്. അതിൽ കോൺഗ്രസുകാരുടെ പണമുണ്ട്, ലീഗുകാരുടെ പണമുണ്ട്. എല്ലാം കൂടി സ്വരൂപിച്ച 75 ലക്ഷം രൂപയിൽ 40 ലക്ഷം രൂപ കണക്കിൽപ്പെടുത്താതെ മാറ്റിവെച്ചു എന്നാണ് നിരഞ്ജൻ ഞങ്ങളോട് പറഞ്ഞത്. UDF ഭരണത്തിലെ ഇരുണ്ട കാലം തിരിച്ചു വരാതിരിക്കുവാനും വികസന സ്ഥിരതയ്ക്കും LDF സർക്കാരിന് തുടർച്ചയുണ്ടാകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു LDF എളവള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ വികസനവും അനുബന്ധ നേട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ LDF തുടരേണ്ടത് ആവശ്യമാണ്. ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും BJPക്ക് വിറ്റുകഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുകാർ കൂട്ടത്തോടെ BJPയായി മാറിയതിനു പിന്നിൽ കോടികളുടെ ഒഴുക്കുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും ഇതുതന്നെയാണ് കണ്ടത്. ബാബറി മസ്ജിദ് തകർക്കാൻ കൂട്ടുനിന്നവരാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയെ തകർക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നു. രാജ്യത്ത് മതനിരപേക്ഷ കക്ഷികളുടെ ശക്തി ചോർത്തിക്കളയാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
രാജ്യത്തെ അന്വേഷണ സംവിധാനങ്ങളെല്ലാം RSSന്റെ കീഴിലാക്കുകയാണ് BJP ഗവൺമെന്റ് ചെയ്യുന്നതെന്നും PK ബിജു പറഞ്ഞു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോൺ മാസ്റ്റർ, LDF നേതാക്കളായ NK സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ്, PA ഷൈൻ, KB വിനോദൻ, ഷാജി കാക്കശ്ശേരി, CK രമേശ്, PL ഡൊമിനി, VC വിൻസെന്റ്, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത എന്നിവർ സംസാരിച്ചു. എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവള്ളി പാറയിൽ നിന്നും ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോൾ മാസ്റ്റർ പടിയിൽ നിന്നും ആരംഭിച്ച റാലികൾ ചിറ്റാട്ടുകരയിൽ കിഴക്കേത്തലയിൽ സമാപിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ UDF കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതായി പരാതി. മുണ്ടൻകോട് ഉന്നതി പരിസരത്താണ് ഫോട്ടോ പതിച്ച ഫ്ലക്സുകളും ചട്ടങ്ങളും വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ ഫ്ലക്സ് ബോർഡുകളും ചട്ടകളും നശിപ്പിച്ചത്. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് CK നാരായണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ കർണാടക സ്റ്റേറ്റ് റിസർവ് ഫോഴ്സും കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, T അരവിന്ദാക്ഷൻ, ജ്യോതി പ്രകാശ്, കർണാടക സ്റ്റേറ്റ് സബ് ഇൻസ്പെക്ടർ HN ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദേശം 55ഓളം പോലീസ് സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. കൂടാതെ സുരക്ഷയുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ ആറങ്ങോട്ടുകര, കറുകപ്പുത്തൂർ, കൂറ്റനാട്, ചാലിശ്ശേരി, കാഞ്ഞിരത്താണി എന്നിവിടങ്ങളിൽ പ്രത്യേക ഡ്രോൺ പരിശോധനയും ഉണ്ടായി. ചുവപ്പിലലിഞ്ഞ് കണ്ടാണശ്ശേരി. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റാലിയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടാണശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരിയിൽ നിന്നും മറ്റം സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനങ്ങൾ അരിയന്നൂരിൽ സംഗമിച്ചു. ചെങ്കൊടികളും സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. അരിയന്നൂർ സെന്ററിന് സമീപത്ത് പ്രത്യേകം സജ്ജമാക്കിയ സമ്മേളനവേദിയിൽ റാലി സമാപിച്ച ശേഷം നടന്ന പൊതുയോഗം CPI ജില്ലാ കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ലോകമാകെ ശ്രദ്ധിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികളായിട്ട് മാറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലോകം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞത്. UDFന്റെ കാലത്ത് ഒരു കാലത്തും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മൂടപ്പെട്ട ഒരു പദ്ധതിയാണ് ഗെയിൽ പദ്ധതി എന്ന് പറയുന്നത്. ഗെയിൽ പദ്ധതി എന്ന് പറയുന്നത് ഈ കേരളത്തിലെ സാധാരണക്കാരായുള്ള കുടുംബങ്ങളുടെ അടുക്കളയിലേക്ക് പാചകവാതകം എത്തിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞില്ലേ? കേരളത്തിലെ തീരദേശ ഹൈവേയും അതുപോലെ തന്നെ മലയോര ഹൈവേയും വാട്ടർ മെട്രോയും വിഴിഞ്ഞം പദ്ധതിയും കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പിലാക്കിയ ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിനകത്തുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പൊള്ളയായ വാഗ്ദാനങ്ങളുമായി വരുന്ന മുന്നണികളാണ് UDF ആയാലും NDA ആയാലും. എങ്ങനെയെങ്കിലും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇന്ന് UDFനുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. NCPS നേതാവ് VK നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PA മുസ്തഫ, C അംബികേശൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ MV സന്തോഷ്, KS ദിലീപ്, CPI മണ്ഡലം കമ്മിറ്റി അംഗം ശിവൻ വാഗ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് എന്നിവർ സംസാരിച്ചു. റാലിക്ക് LDF നേതാക്കളായ KJ ബിജു, മിനി ജയൻ, NA ബാലചന്ദ്രൻ, VK ദാസൻ, ഷീബ ചന്ദ്രൻ, KK ജയന്തി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പെരുമ്പിലാവിൽ പ്രശസ്ത ഗായകൻ സലിം കോടത്തൂർ നടത്തിയ ഗാനമേള ശ്രദ്ധേയമായി. UDYFന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 7:30 പെരുമ്പിലാവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഗാനവിരുന്ന് സലിം കോടത്തൂർ ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദ സന്ദേശ ഗാനങ്ങളോടെ ആരംഭിച്ച ഗാനവിരുന്നിൽ പ്രചരണത്തിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഉൾപ്പെടെ മലയാള, ഹിന്ദി സിനിമാ ഗാനങ്ങളും ആൽബം ഗാനങ്ങളും അരങ്ങേറി. ഗാനവിരുന്നിന്റെ സമാപനത്തോടെ സ്ഥാനാർത്ഥി എത്തി വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ചു. ജനപ്രതിനിധികളും നേതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്.
കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ടി.എൻ. പ്രതാപന് ആവേശകരമായ സ്വീകരണം ഒരുക്കി UDF പ്രവർത്തകർ. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപന്റെ വാഹന പര്യടനം കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നടന്നു. കിഴക്കാളൂർ സെന്ററിൽ നിന്നാരംഭിച്ച പര്യടനത്തിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി വി വേണുഗോപാൽ നിർവഹിച്ചു. കിഴക്കാളൂരിൽ നിന്നും ആരംഭിച്ച് ആളൂർ സെന്റർ, കൂനമൂച്ചി, അരിയന്നൂർ, ചൊവ്വല്ലൂർ, കണ്ടാണശ്ശേരി, നമ്പഴിക്കാട്, മറ്റം സെന്റർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പര്യടനം തിരുവത്രയിൽ സമാപിച്ചു. അനൗൺസ്മെന്റ് വാഹനങ്ങൾക്ക് പിന്നാലെ അലങ്കരിച്ച വാഹനത്തിൽ സ്ഥാനാർത്ഥി എത്തുമ്പോൾ മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ വരവേറ്റത്. തുടർന്ന് സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ഹൃദ്യമായ സ്വീകരണം നൽകി. വനിതാ പ്രവർത്തകരും മുതിർന്ന പാർട്ടി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ചുരുങ്ങിയ വാക്കുകളിൽ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടും മണ്ഡലത്തിൽ നടത്താനുദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥിയുടെ ചെറുപ്രസംഗം. മെയ് 4-ന് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം MLA എന്ന നിലയിൽ വോട്ടർമാരെ കാണാനെത്തുമെന്ന അവകാശവാദത്തോടെയാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. DCC സെക്രട്ടറി വി വേണുഗോപാൽ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് നേതാക്കളായ ജെയ്സൺ ചാക്കോ, ജസ്റ്റിൻ കൂനമൂച്ചി, അപ്പു ആളൂർ, AM മൊയ്തീൻ, മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു. ഇന്ന് വൈകിട്ട് മുതൽ സംസ്ഥാനത്ത് മദ്യശാലകൾ അടഞ്ഞുകിടക്കും. 2 ദിവസത്തേക്ക് കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ 2 ദിവസത്തേക്കാണ് കേരളത്തിൽ മദ്യവിൽപ്പന ഉണ്ടാകാത്തത്. ഇന്ന് വൈകിട്ട് മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന വ്യാഴാഴ്ച വൈകിട്ട് വരെയാണ് മദ്യവിൽപ്പനയ്ക്ക് നിരോധനമുള്ളത്. വോട്ടെണ്ണൽ ദിനത്തിലും മദ്യവിൽപ്പന ഉണ്ടാകില്ല. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് സമയം അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് മുതൽ ഡ്രൈ ഡേ ഉത്തരവ് നിലവിൽ വരും. അതിനാൽ ചൊവ്വാഴ്ച വൈകിട്ട് 7 മണി മുതൽ കേരളത്തിലെ മദ്യശാലകൾ അടഞ്ഞുകിടക്കും. ബുധനാഴ്ചയും തുറക്കില്ല. ഇനി വ്യാഴാഴ്ച വൈകിട്ട് വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം മാത്രമാകും മദ്യവിൽപ്പനശാലകളുടെ പ്രവർത്തനം ആരംഭിക്കുക. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് മണ്ഡലം പൊതുയോഗം സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായി പന്നിത്തടത്ത് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇഫ്തിഖാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VK രഘുസ്വാമി അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ ഷറഫു പന്നിത്തടം, സജീവ് ചാത്തനാത്ത്, UDF നേതാക്കളായ ഗഫൂർ കടങ്ങോട്, KC ഹംസ, ഷൈനി തമ്പി, PC ഗോപാലകൃഷ്ണൻ, MS ബഷീർ, രഞ്ജു താരു തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് ആൽത്തറയിൽ ഒരുക്കിയ പ്രൊഫസർ സി രവീന്ദ്രൻ മാസ്റ്ററുടെ ചായക്കട ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായി. വയനാട്ടിലെ ചൂരൽമലയിലെ പുനരധിവാസത്തിനായി കോൺഗ്രസ് പിരിച്ച ഫണ്ടിന് കയ്യും കണക്കുമില്ലെന്ന വിഷയത്തെ ചൊല്ലിയാണ് ചർച്ച തുടങ്ങിയത്. UDF വാഗ്ദാനം ചെയ്ത KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടയില്ലവിടെയാണെന്ന് ചായ കുടിക്കാനെത്തിയ ജലീൽ തിരുനെല്ലൂർ കാര്യകാരണങ്ങൾ നിരത്തി വാദിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ മുല്ലശ്ശേരി ബ്ലോക്ക് കില കോർഡിനേറ്റർ ജെന്നി ജോസഫ്, AK ഹുസൈൻ, KP ആലി, മുട്ടത്ത് തോമസ്, TA പ്രവീൺ, വാസു താണവീതി തുടങ്ങിയവരും പങ്കാളികളായതോടെ രാഷ്ട്രീയ ചൂട് റോഡിലേക്കും പടർന്നു. റോഡിലൂടെ പോയിരുന്ന കാൽനട യാത്രക്കാരും വാഹനങ്ങളിൽ പോകുന്നവരും ചായക്കടയിലെ ചർച്ചകളിലേക്ക് കണ്ണെറിഞ്ഞു. മിമിക്രി കലാകാരനും സ്വർണ്ണപ്പണിക്കാരനുമായ മുല്ലശ്ശേരി സ്വദേശി TV വിനോദ് കുമാർ കടയിലെത്തിയതോടെ രാഷ്ട്രീയ ചൂടൊഴിഞ്ഞ ചായക്കടയിൽ ചിരി പടർന്നു. സി രവീന്ദ്രനാഥിനു വേണ്ടി മുഖ്യമന്ത്രിയും VS-ഉം നടന്മാരായ മാമുക്കോയയും ജനാർദ്ദനനും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നത് വിനോദ് കുമാർ അനുകരിച്ചതോടെ ചായക്കട ചിരിയുടെയും വേദിയായി മാറി. തുടർഭരണം സുനിശ്ചിതമെന്ന മുദ്രാവാക്യവുമായി LDF കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. കാട്ടകമ്പാൽ പഴഞ്ഞി കമ്മിറ്റികളിൽ നിന്നും ആരംഭിച്ച റാലി സമന്വയിച്ച് ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം NCP സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുമുന്നണി കുന്നംകുളം മണ്ഡലത്തിലും സംസ്ഥാനത്തിലും നടത്തിയ മാറ്റവും പുരോഗതിയും തുടരുക തന്നെ ചെയ്യുമെന്ന് രാജൻ പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി AC മൊയ്തീൻ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം KD ബാഹുലൈൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TC ചെറിയാൻ, NK ഹരിദാസൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VK ബാബുരാജ്, KR ബിനോഷ്, NCP നേതാവ് PC സണ്ണി എന്നിവർ സംസാരിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി
PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എരുമപ്പെട്ടി കരിയന്നൂരിൽ കുടുംബസംഗമം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് തിപ്പല്ലൂർ അധ്യക്ഷനായി. MM നിഷാദ്, KR രാധിക, സഫീന അസീസ്, യദുകൃഷ്ണൻ തിപ്പല്ലൂർ, വിനോദ് മലപ്പുറം, മോഹനൻ കരിയന്നൂർ, റഷീദ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തിലെ പ്രധാന കച്ചവട കേന്ദ്രമായ അരിമാർക്കറ്റിലും മറ്റിടങ്ങളിലും LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ വോട്ട് അഭ്യർത്ഥിച്ചു. 2 മണിക്കൂർ നേരം നഗരകേന്ദ്രത്തിൽ ചെലവഴിച്ച അദ്ദേഹം നഗരത്തിലെ പരമ്പരാഗത കച്ചവടക്കാരെയെല്ലാം നേരിൽ കണ്ടു. വടുതല വട്ടമ്പാടം മേഖലയിലും ചൊവ്വന്നൂർ, പന്നിത്തടം, കടങ്ങോട് മേഖലയിലും വോട്ടർമാരെ നേരിൽ കണ്ട് പ്രചരണം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, സീതാ രവീന്ദ്രൻ, PV ഭവീഷ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭഛിദ്രം നടത്തിച്ച കേസിൽ അണ്ടത്തോട് സ്വദേശിയായ യുവാവിന് 32 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അണ്ടത്തോട് പടിഞ്ഞാറയിൽ വീട്ടിൽ ഷുഹൈബ് അക്തറിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 9 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. വിവരം അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്തതിനും ഗർഭഛിദ്രം നടത്തിച്ചതിനും 2ാം പ്രതി അണ്ടത്തോട് പടിഞ്ഞാറയിൽ സുഫിദയെ 5.5 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയൊടുക്കാനും ശിക്ഷ വിധിച്ചു. 3ാം പ്രതി പടിഞ്ഞാറയിൽ റഹ്മത്തിന് 3.5 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2020 സെപ്റ്റംബർ മുതൽ 1 വർഷക്കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം. പിഴ തുക അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുവാനും ഉത്തരവായി. കുന്നംകുളം പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർ CPO A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ആഘോഷം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ദേവാലയത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത്. 10-ാം തീയതി വൈകിട്ട് 5:30 ഫാദർ സോളിത്തട്ടിൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിൽ ഒരുക്കുന്ന വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും മിനി പെരുന്നാളും നടക്കും. 11-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 5:30 അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പ്ളയ്ക്കൽ കാർമ്മികനായി നടക്കുന്ന ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം ആർത്താറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ CRP ബാൻഡ് സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേജ് ഷോ അരങ്ങേറും. തിരുനാൾ ദിവസമായ 12-ാം തീയതി ഞായറാഴ്ച രാവിലെ തിരുനാൾ ഊട്ടുവെഞ്ചിരിപ്പും 6 മണിക്കും 7 മണിക്കും 8 മണിക്കും ദിവ്യബലിയും 9:30 ആഘോഷ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഫ്ലർജിൻ തയ്യാലക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ടിങ്കിൾ വാഴപ്പിള്ളി സഹകാർമ്മികനാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അമ്പ് വള എഴുന്നള്ളിപ്പിന് തുടക്കം കുറിക്കും. രാത്രി 11-ന് എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് തേര് മത്സരവും വർണ്ണമഴയും ബാൻഡുവാദ്യ മത്സരവും അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ ഇടവകയിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷാജു മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ ചാർലി ചിരിയങ്കണ്ടത്ത്, തോമസ് ചുങ്കത്ത്, ഷാബു ചിറ്റിലപ്പിള്ളി, ജനറൽ കൺവീനർ ഷൈജു ആളൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഷാജു മാപ്രാണത്തുകാരൻ, കൈക്കാരൻ ഷാബു ചിറ്റിലപ്പിള്ളി, ജനറൽ കൺവീനർ ഷൈജു ആളൂർ, മീഡിയ കമ്മിറ്റി കൺവീനർ ഷാജി വി ജോസ്, പബ്ലിസിറ്റി കൺവീനർ ആന്റോ ചെമ്മണ്ണൂർ എന്നിവർ പങ്കെടുത്തു. ചമ്മന്നൂർ മാഞ്ചരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഏപ്രിൽ 9 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുന്നൂർക്കുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേല മഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 9-ന് രാവിലെ 8:45-ന് പ്രത്യേക പൂജകൾക്കു ശേഷം കൊടിയേറ്റം നടക്കും. തുടർന്ന് 19 വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:45 മുതൽ 10 മണി വരെ നടക്കൽ പറവയ്പ്പിന് ശേഷം ദേശപ്പറയെടുക്കൽ ഉണ്ടായിരിക്കും. വീടുകളിൽ പറവയ്ക്കാൻ സാധിക്കാത്തവർക്ക് 19-ന് രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കൽ പറവയ്ക്കാനുള്ള സൗകര്യമൊരുക്കും. കൊടിയേറ്റം കഴിഞ്ഞതു മുതൽ ഉത്സവം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദഊട്ടും, വൈകിട്ട് നിറമാലയും ഉണ്ടായിരിക്കും. ഇതേ ദിവസങ്ങളിൽ രാവിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, വീരനാട്യം എന്നിവയോടുകൂടി സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാകും. സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ താൽപ്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസിൽ മുൻകൂട്ടി അറിയിക്കണം. ഏപ്രിൽ 18-ന് രാത്രി 7 മണിക്ക് മുകേഷ് സേവാ സമിതി ചമ്മനൂർ ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടാകും.
19 ഞായറാഴ്ച വേല ദിവസം രാവിലെ 4:45 വിവിധ ദേശക്കാരുടെ താലമെഴുന്നള്ളിപ്പ്, തുടർന്ന് വിശേഷാൽ പൂജകൾ, നടക്കൽ പറവെപ്പ്, 12 മണിക്ക് കുതിര എഴുന്നള്ളിപ്പ്, 3:30 തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായിരിക്കും. വൈകിട്ട് 20ഓളം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരവും തെയ്യം, കരിങ്കാളി, കാവടി, ചെണ്ടമേളം എന്നിവ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പിനു ശേഷം കുതിര എഴുന്നള്ളിപ്പുണ്ടാകും. തുടർന്ന് തിറകയറ്റം, വേലകയറ്റം, തായമ്പക എന്നിവ അരങ്ങേറും. 20 പുലർച്ചെ 4 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പിനു ശേഷം ഗുരുതി തർപ്പണത്തോടുകൂടി നടയടയ്ക്കും. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി, നാരായണൻകുട്ടി കരുമത്ര, ക്ഷേത്രം കോമരം, റനീഷ് മാഞ്ചർക്കൽ എന്നിവർ നേതൃത്വം നൽകും. പ്രസാദഊട്ടിന്റെ ഭാഗമായി ഏപ്രിൽ 8 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കലവറ നിറയ്ക്കൽ ചടങ്ങ് ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവ സമർപ്പിക്കാവുന്നതാണെന്നും ഏപ്രിൽ 15 വിഷു ദിവസം വിഷുസദ്യയും ഉണ്ടാകുമെന്നും ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട്, എക്സിക്യൂട്ടീവ് അംഗം ശിവദാസൻ പരുത്തിവളപ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഷുക്കാലം എത്തി വേലൂരിൽ കണിവെള്ളരിയും വിളഞ്ഞു. കണ്ണുകൾക്കും മനസ്സിനും കുളിരേകുന്ന വിഷുക്കണിക്കായി കണിവെള്ളരിയും വേനൽക്കാല പച്ചക്കറി കൃഷിയും ഒരുക്കുകയാണ് വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാറും കുടുംബം. തണ്ടിലം പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്താണ് വിഷുവിനായി കൃഷി ഇറക്കിയിരിക്കുന്നത്. വിഷുക്കണിക്കായി സ്വർണ്ണ നിറമുള്ളതും അധികം വലുപ്പമില്ലാത്തതുമായ നാടൻ വയനാടൻ വെള്ളരിയാണ് കൃഷിയിലെ മുഖ്യതാരം. കുമ്പളം, അമ്പിളി എന്ന മത്തൻ, കിരൺ തണ്ണിമത്തൻ, കുറ്റിപ്പയർ, സ്നോവൈറ്റ് കുക്കുംബർ തുടങ്ങിയവയും തോട്ടത്തിലുണ്ട്. പന്നിയുടെ ശല്യമുള്ള സ്ഥലമായതിനാലും പഞ്ചായത്ത് സബ്സിഡി ഇല്ലാത്തതും കൃഷി നഷ്ടത്തിലാകുമെന്ന ഭീതിയിലാണ് ആരംഭിച്ചത്. ഡിഗ്രി വിദ്യാർത്ഥിയും യുവകർഷകനുമായ മകൻ അശ്വത്തിന്റെ നിർബന്ധവും കൃഷി ചെയ്യാൻ കാരണമായി. ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയുമാണ് പ്രധാന വളങ്ങൾ. 700 കിലോയോളം വെള്ളരി ആദ്യം വിളവെടുത്തു. കാർഷിക മേഖലയിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ ദിലീപ് കുമാറിനെ ഭാര്യ വേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറും മകൻ അശ്വത്തും കൃഷിയിൽ ഊർജമായി മാറുകയാണ്. 3000 വിവിധ വാഴകൾ, ഇഞ്ചി, പൊടിക്കിഴങ്ങ്, മഞ്ഞൾ, കൂവ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി കൂടുതുറക്കൽ ശുശ്രൂഷ നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ കാർമ്മികനായി. വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും 108ാമത് സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 8 ആഘോഷിക്കുന്നത്. ഇന്ന് അമ്പുവള എഴുന്നള്ളിപ്പ് വീടുകളിലേക്ക് നടന്നു. രാത്രി 10:30 യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പുവള എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് 300-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ ബാൻഡ് മേളം ഉണ്ടാകും. തിരുനാൾ ദിനമായ ഏപ്രിൽ 8 നടക്കുന്ന ഊട്ടിൽ 10,000-ലധികം ഭക്തരാണ് പങ്കെടുക്കുക. ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ഇടവക വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ, ജനറൽ കൺവീനർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് കൺവീനർമാരായ ജോജു ഫ്രാൻസിസ്, ബൈജു പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ ജോസഫ് പാലിയൂർ, CA മേഗി എന്നിവർ നേതൃത്വം നൽകി. ചരമം എലവള്ളി പറക്കാട് വട്ടംപറമ്പിൽ ശ്രീധരൻ മകൻ രവീന്ദ്രൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സുജാത ഭാര്യയാണ്. ദേവിക, ദേവി, ചന്ദന എന്നിവർ മക്കളാണ്. പുന്നിയൂർ പരേതനായ തെക്കിനിയേടത്ത് കേശവദാസ് ഭാര്യ മുള്ളത്ത് മാലതിയമ്മ ചാത്തന്നൂരിലെ മകന്റെ വീട്ടിൽ വെച്ച് നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ഐവർ മഠത്തിൽ നടക്കും. മോഹൻദാസ്, ജയശ്രീ, കൃഷ്ണദാസ് എന്നിവർ മക്കളാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,735 രൂപ. സ്വർണം പവന് 1,09,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പതിനാറാം കേരള നിയമസഭയിലേക്കുള്ള അതിനിർണായക വിധിയെഴുത്തിലേക്ക് 2 നാൾ മാത്രം അവശേഷിക്കെ പ്രചരണം അവസാന ലാപ്പിൽ. പരസ്യ പ്രചരണം ആവേശത്തിന്റെ കുട്ടിക്കലാശത്തോടെ അല്പസമയത്തിനകം സമാപിക്കും. ബുധനാഴ്ചയിൽ നിശബ്ദ പ്രചരണത്തിന് ശേഷം വ്യാഴാഴ്ച കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ബൂത്തിലെത്തും. KP വത്സൻ രക്തസാക്ഷിത്വ ഫണ്ട് വിവാദം വീണ്ടും ഉന്നയിച്ച് DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ രംഗത്ത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആരോപണം കൊല്ലപ്പെട്ട KP വത്സന്റെ മകൻ തങ്ങളെ സമീപിച്ച വീഡിയോ, ഓഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട്
ആർത്താറ്റ് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 10, 11, 12, 13 തീയതികളിൽ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ. ആഘോഷ ചടങ്ങുകൾ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.